ഓം ഗം ഗണപതയേ നമഃ. 2024 സെപ്റ്റംബർ 7 ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഇത്തവണ സെപ്റ്റംബർ 7 ശനിയാഴ്ച വിനായക ചതുർത്ഥി. അന്നേ ദിവസം ഗണേശപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗണേശ ഭഗവാന് പൂജകൾ ചെയ്യുന്നത്, കറുക, മുക്കുറ്റി, ഭഗവാന് പ്രിയപ്പെട്ട മോദകം ഒക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഗണപതി ഭഗവാന് പൂജകൾ ചെയ്യാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി നമ്മൾ ചെയ്യുന്നത് ഗണപതി പൂജയാണ്. ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, അതുപോലെ ഗൃഹനിർമ്മാണ തടസ്സം ഇങ്ങനെയുള്ള വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നവർ ആരാണോ അവരുടെ എല്ലാ വിഘ്നങ്ങളും മാറിപ്പോകുമത്രേ. ഹരേ കൃഷ്ണ. ചതുർത്ഥി ദിനത്തിൽ ഗണപതി ഭഗവാന് മുക്കൂറ്റി, കരുക എന്നിവ കൊണ്ട് മാല, അർച്ചന, അതുപോലെ മോദകമുണ്ടാക്കി നിവേദ്യമായിട്ട് കൊടുക്കാം. ഗണപതി ഹോമം ചെയ്യാം. സർവാഭിഷ്ട സിദ്ധിയാണ് ഇതിനൊക്കെ ബലം. നമുക്ക് വീടുകളിൽ എല്ലാവരും ഗണപതി ഭഗവാന് മോദകമുണ്ടാക്കി കൊടുക്കുക. എങ്ങനെയാണ് മോദകമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് അതിന് കൊഴുക്കട്ട എന്നാണ്. പലതരം കളറിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിന് ചെറിയ വാല് പോലെ ഇട്ടിട്ട് ഒരു ചെറിയ ഷേപ്പിൽ ഉണ്ടാക്കാം. കളർ കിട്ടാൻ വേണ്ടി നമുക്ക് അരി കുഴയ്ക്കുമ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ പാലക്ക്, ചീര അങ്ങനെയൊക്കെ അരച്ച് ചേർക്കാം. ഫുഡ് കളർ ചേർക്കാൻ പാടില്ല. അങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് തേങ്ങയും ശർക്കരയും, അല്ലെങ്കിൽ അവലും തേങ്ങയും ശർക്കരയും, അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങി ശർക്കരയും തേങ്ങയും, അങ്ങനെയൊക്കെ അകത്ത് ഫില്ല് ചെയ്ത് ഏത്തയ്ക്ക അരിഞ്ഞ് തേങ്ങയും ശർക്കരയും കൂടെ വരട്ടി അങ്ങനെയൊക്കെ അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ കൊഴുക്കട്ട അല്ലെങ്കിൽ മോദകം ഉണ്ടാക്കുന്നത്. എല്ലാവരും നാളെ ഭഗവാന് മോദകമുണ്ടാക്കി സമർപ്പിക്കുക. ഹരേ കൃഷ്ണ. ചതുർത്ഥി വ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്ന്, അതായത് സെപ്റ്റംബർ 6 ഒരിക്കൽ ഊണ്. നമ്മൾ എങ്ങനെയാണോ എല്ലാ വ്രതം എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരിക്കൽ ഊണും. നാളെ രാവിലെ ചതുർത്ഥി ദിനമായ സെപ്റ്റംബർ 7 സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് ഗണപതി ഭഗവാന് വിളക്ക് വെച്ച് നെയ്വിളക്ക് തന്നെ കത്തിക്കുക. നെയ്വിളക്ക് വെച്ച് നമ്മൾ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന് 108 തവണയെങ്കിലും ജപിക്കുക. അതുപോലെ ഗണേശ ഗായത്രി അല്ലെങ്കിൽ ഗണപതിയുടെ പല പല സ്തോത്രങ്ങൾ, സ്തുതികൾ, അതുപോലെ ഭഗവാന്റെ 1000 നാമങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്ന സഹസ്രനാമം ജപിക്കുക. എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് അഖണ്ഡ നാമമായിട്ട് ഗണേശ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേ നാളെ ഇരിക്കുക. എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരും ഭഗവാൻ. ഗണേശ ഗായത്രിയായ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോം ദന്തി പ്രചോദയാത് അങ്ങനെ ജപിക്കുക. ഹരേ കൃഷ്ണ. പിറ്റേ ദിവസം, അതായത് സെപ്റ്റംബർ 8 രാവിലെ ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം കഴിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഏകാദശിക്ക് എങ്ങനെയാണോ പാരണ വീടുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ, അതിന് മുഹൂർത്തമൊന്നുമില്ല, രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് നമുക്ക് പാരണ വീടാം. ഹരേ കൃഷ്ണ. ചതുർത്ഥിയുടെ അന്ന് നോർമലായിട്ടുള്ള ധാന്യങ്ങളല്ലാത്ത എല്ലാ ഫുഡും കഴിക്കാം. ഹരേ കൃഷ്ണ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോം ദന്തി പ്രചോദയാത്. ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോം ദന്തി പ്രചോദയാത്. അങ്ങനെയും ജപിക്കാം. വിനായക ചതുർത്ഥിക്ക് ഒരു കഥയുണ്ട്. അതായത്
എല്ലാവരും പറയും അന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ല, ചന്ദ്രനെ നോക്കിയാൽ കള്ളപ്പേര് വീഴും എന്നൊക്കെ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗണപതി ഭഗവാന്റെ പിറന്നാൾ സദ്യ ദിനം ഇതുപോലെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അടിതെറ്റി താഴെ വീണു. ഭഗവാൻ അടിതെറ്റി താഴെ വീണപ്പോൾ ആ ഉണ്ണിക്കുടവയറ് നിറച്ചു വെച്ചിരുന്ന മോദകമെല്ലാം പുറത്തു ചാടി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെങ്കിലും കണ്ടോ എന്ന്. ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി എല്ലാം അത് തിരിച്ചു വാരിയിട്ടത്രേ. അപ്പോൾ മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ടായിരുന്നു, ചന്ദ്രഭഗവാൻ. ചന്ദ്രൻ ഭഗവാനെ നോക്കി കളിയാക്കി ചിരിച്ചു. അപ്പോൾ ഗണപതി ഭഗവാന് ദേഷ്യം വന്നിട്ട്, ഇന്നേ ദിവസം നിന്നെ ആര് നോക്കുന്നുവോ അവർക്ക് കള്ളപ്പേരുണ്ടാകട്ടെ എന്ന് ശപിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് ചന്ദ്രനെ അന്ന് നോക്കരുത് എന്ന് പറയുന്ന കഥ. ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവാന് മുക്കുറ്റിയും കറുകയും ഒക്കെ കൊണ്ട് മാല കെട്ടിയിടുകയും അതുപോലെ മോദകമുണ്ടാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുക. ഹരേ കൃഷ്ണ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. 10 ദിവസം മണ്ണുകൊണ്ട് ഗണപതിയെ ഉണ്ടാക്കി അതിൽ പൂജ ചെയ്യുക എന്ന് പറയും. അതായത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാമുള്ള മാലിന്യങ്ങളെല്ലാം അകന്നു പോകും. ഈ 10 ദിവസം കൊണ്ട് ആ ഗണേശ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് എടുക്കുമെന്നാണ് അത്രേ പറയുന്നത്. നമ്മുടെ ഈ ഒരു നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജികളെ എല്ലാം ആ ഗണേശ വിഗ്രഹം, ആ മണ്ണുകൊണ്ടുള്ള ഗണേശ വിഗ്രഹം എടുത്ത് വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് അത്രേ അത് വെള്ളത്തിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്ത് കളയുന്നത്. അത് വെള്ളത്തിൽ അലിഞ്ഞു പോകും. പക്ഷെ ഇപ്പം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. മണ്ണുകൊണ്ട് തന്നെ ആ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അതിൻ്റെ തത്വം ഇതാണ്. നമ്മൾ ആരാണോ അങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കി ആ ഗണേശനെ പൂജിക്കുന്നത്, അപ്പോൾ നമ്മുടെ നെഗറ്റീവ്, നമ്മുടെ ശരീരത്തിലുള്ള രോഗദുരിതങ്ങളെല്ലാം മാറും. അതാണ് വിഘ്നങ്ങൾ മാറുക എന്ന് പറയുന്നത്. അങ്ങനെ ആ രോഗദുരിതങ്ങളും നമ്മുടെ വിഘ്നങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി 10 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു പുനർജനി തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഗണേശ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസവും അവിടെ പോയി ആ ഗണേശനോട് പ്രാർത്ഥിക്കുക, ഗണേശ ഗായത്രി ജപിക്കുക, ഗണേശ സ്തോത്രങ്ങൾ ജപിക്കുക, വിനായക അഷ്ടകം ജപിക്കുക. ഏറ്റവും ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ വിനായക അഷ്ടകം ഏറ്റവും നല്ലതാണ്. ഗണപതി ഭഗവാനെ പൂജിക്കുവാനായിട്ട് എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ. ഓം ഗം ഗണപതയേ നമഃ. കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ ഉണ്ണി ഗണപതിയെ. മള്ളിയൂർ ക്ഷേത്രത്തിൽ ഗണപതിയുടെ മടിയിൽ കയറിയിരിക്കുന്ന കൃഷ്ണനുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ ഉണ്ണി ഗണപതിയെ പൂജിക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണന് ഒരുപാട് ഇഷ്ടമാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ. എല്ലാവരുടെയും വിഘ്നങ്ങളും ദുരിതങ്ങളും എല്ലാം മാറട്ടെ. ഹരേ കൃഷ്ണ.